Marco, writer, director Hanif Adeni, starring Unni Mukundan, Kabir Duhan Singh, Siddiq, Jagadish, Abhimanyu Shamitilagan. അങ്ങനെ കുറച്ച് പരിചിതവും എന്നാൽ കുറച്ച് പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി മാർക്കോ എന്ന് പറയുന്നത്. മിഖായൽ എന്ന് പറയുന്ന നിവിൻ പോളി നായകനായിട്ടുള്ള സിനിമയിലെ വില്ലൻ ക്യാരക്ടറാണ് മാർക്കോ. സോ വില്ലൻ ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് അതാണ് ആക്ച്വലി ഹനീഫ് അദേനി ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുള്ളത്. ദ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നുള്ള ഒരു ടാഗ് ലൈൻ കൂടിയാണ് ആക്ച്വലി ഈ സിനിമ വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ സിനിമക്ക് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസും അവർ ഈ സിനിമയുടെ റിലീസിന് മുമ്പേ ചെയ്തിട്ടില്ല. ഈ റിലീസിന് ശേഷം അവർ അങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നില്ല. ലൈക്ക് തിയേറ്റർ വിസിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം എന്താണോ അവർ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്, എന്താണോ ഈ സിനിമയിലൂടെ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ടീം ആദ്യം മുതലേ ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കംപ്ലീറ്റ്ലി വയലൻസ് ആയിരിക്കും. ഇതൊരു ഫാമിലിയോടുകൂടി കാണേണ്ട സിനിമയല്ല. വയലന്റ് ആയിട്ടുള്ള രംഗങ്ങൾ കാണാൻ പറ്റാത്ത ആൾക്കാർ കാണേണ്ടതില്ല. ഒരു കംപ്ലീറ്റ്ലി എ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് ആക്ച്വലി മാർക്കോ നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് പറയുന്ന സമയത്തേക്കെന്ന് വെച്ചാൽ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിട്ട് ആക്ച്വലി മാർക്കോ ഫീൽ ചെയ്തു. എന്നിരുന്നാലും KGF പോലുള്ള സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ, കാരണം പറഞ്ഞില്ല ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരു സിനിമയുടെ ഇൻസ്പിറേഷൻ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കറിയില്ല കൂടുതൽ ഡാർക്കർ ആയിട്ടുള്ള ഒരു ടോണിൽ, കാരണം ബ്ലഡ് ഷെഡ് ഒരുപാടുള്ളത് കൊണ്ട് ചിലപ്പം ഡാർക്കർ ആയിട്ടുള്ള ഒരു ടോണിലാണ് ആക്ച്വലി മാർക്കോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് എക്സ്ട്രീം ബ്ലഡ് ഷെഡ് ഉള്ള സീനിൽ വന്നിട്ട് അത് ആ ഒരു അരോചകം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ ആസ് മാർക്കോ സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിലും പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ടിന്റെ കാര്യത്തിലും ഒരുപടി മുമ്പിൽ തന്നെയാണ് ആക്ച്വലി ഉണ്ണി മുകുന്ദൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സിനിമയെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാതെ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം തന്റെ സന്തോഷം അറിയിക്കുകയാണ് ആക്ച്വലി ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് റിയലി എ പോസിറ്റീവ് തിങ് എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കോ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ മ്യൂസിക് ആയിരിക്കുന്നത് രവി ബാസ്റ്ററാണ്. സാക്ഷാൽ KGF 2 ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വരുമ്പോൾ ആ മ്യൂസിക്കിന് കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പല സീനുകളും രവി ബാസ്റ്ററോട് തൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് മ്യൂസിക് കൊണ്ട് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ചന്ദ്രു സെൽവരാജ് ആണ്. എടുത്തു പറയേണ്ടുന്ന ചില ഫൈറ്റ് സീക്വൻസുകളുള്ള ക്യാമറ, എസ്പെഷ്യലി ഒരു സ്റ്റെയർ കേസ് ക്യാമറ ഷോട്ട്, സ്റ്റെയർ കേസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്യാനും, അതെനിക്ക് തോന്നുന്നത് ഒരു വൺ ഷോട്ടാണ് ഉദ്ദേശിച്ചത്. എന്നാൽ പോലും ഒരു ലാസ്റ്റ് ഷോട്ട് ഒരു കട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ എന്നാൽ പോലും അത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് പ്രീ ക്ലൈമാക്സിനോട് ചേർന്നിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു വൺ വെർസസ് മെനി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൊക്കെയുള്ള ക്യാമറ, അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴുള്ള ക്യാമറ സീക്വൻസുകളൊക്കെ അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇന്റർവെൽ സീക്വൻസിനോട് അടുപ്പിച്ചിട്ടുള്ള ക്യാമറ സീക്വൻസൊക്കെ അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. കാരണം അത് ഈ സിനിമയുടെ മൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ക്യാമറ മൂവ്മെന്റും ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി എക്സ്ട്രാ വയലന്റ് ആക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ക്യാമറ അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ഒരു സ്ക്രീൻ പ്ലേ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് എഡിറ്റിങ്ങിലൂടെ ഒരു പരിധി വരെ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് ഷമീർ മുഹമ്മദ്. കാരണം ഇതിന്റെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് കൊണ്ടുവരുന്ന ഒരു തരം ഫസ്റ്റ് ഹാഫിലുള്ള ആ ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്ത പോലത്തെ ഒരു പരിപാടി ഉണ്ട്. അത് ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല എവിടെയൊക്കെ ഫൈറ്റ് സീക്വൻസിന് കട്ട്സ് ആവശ്യമുണ്ടോ അത് പ്രോപ്പർലി ചെയ്തതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും വളരെ മികച്ചതായിട്ട് ഫീൽ ചെയ്തു. ഇതിനൊക്കെ കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി. കലൈ കിങ്സ് ആണ്. ഓരോ ഫൈറ്റുകൾ വ്യത്യസ്തമാകുമ്പോഴാണ് ആക്ച്വലി ഒരു ആക്ഷൻ സിനിമ ഗംഭീരമായിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ ഫൈറ്റും ഓരോ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കലൈ കിങ്സൺ വളരെ മെനക്കെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഓവറോൾ കോസ്റ്റ് ഫീൽ അത് ഗംഭീരമായിട്ട് അതൊരു വലിയ ബ്രഹ്മാണ്ഡം പോലെ തന്നെ ഫീൽ ചെയ്യുന്നും ഉണ്ട്. അതിൽ വന്നിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡിഫൻഡർ അടക്കം അതിന് മുതൽക്കൂട്ടാവുന്നുണ്ടെന്ന് തോന്നി. ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞാൽ കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് സിദ്ദിഖ് സെയിം ക്യാരക്ടർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ജഗദീഷ് ഒരു ക്യാരക്ടർ വരുന്നത്. ജഗദീഷ് ഡയലോഗ് ഡെലിവറി ഒക്കെ ഗംഭീരമായിരുന്നെങ്കിലും ചില സ്ഥലത്ത് വന്നിട്ട് പുള്ളി ഒരു പാവേനെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി. അത് പുള്ളി വന്നിട്ട് അത്തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ടെൻഷൻ കൊണ്ടാണോ അതോ അത്തരത്തിലുള്ള സിനിമ കൺസീവ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചില സീനുകളിൽ സ്പെസിഫിക്കലി ജഗദീഷ് കുറച്ച് ഭയങ്കര റൊബോട്ടിക് ആയ പോലത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രീ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തും പിന്നെ അതുപോലെ തന്നെ
പ്രീ ക്ലൈമാക്സിലോട്ട് വരുന്നതിനെക്കാട്ടും മുമ്പ് ഇതിന്റെ വേറൊരു ഗംഭീരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രേക്ഷകന ആദ്യത്തെ സീനിൽ തന്നെ അറപ്പിക്കുന്ന രീതിയിലുള്ള വയലൻസ് കൊണ്ടുവരാതെ ഗ്രാജ്വലി പ്രേക്ഷകന് മനസ്സിലാകാത്ത രീതിയിൽ ഇതിന്റെ വയലൻസ് കൊണ്ടുവരുന്നതിൽ ഇതിന്റെ മേക്കേഴ്സ് വിജയിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വയലൻസ് വന്ന് അത് എക്സ്ട്രീം വയലൻസിലേക്ക് പോകാതെ എവിടെയോ വന്നിട്ട് ഈ വയലൻസിലേക്ക് മാറുന്ന ആ ഷിഫ്റ്റ് അതിഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആക്ച്വലി ഇതിന്റെ ടീമിന് പറ്റിയിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ക്യൂബ്സ് അവർ വലിയൊരു റിസ്ക് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് തോന്നുന്നത്. ഇങ്ങനത്തെ ഒരു സിനിമ കൊണ്ടുവന്ന് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരും. അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിലും വളരെയധികം സന്തോഷമായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് അവർ പറഞ്ഞ രീതിക്ക് അവർ വയലൻസ് സിനിമയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വലുതായിട്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എക്സ്ട്രീംലി വയലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വന്നിട്ട് എല്ലാവർക്കും അത് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഇപ്പോൾ ഇവർ വന്നിട്ട് ഫാമിലിക്ക് കാണാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഫാമിലിയിലുള്ള ആർക്കും വന്നിട്ട് അത് ആക്ച്വലി കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ വയലൻ്റ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് മാർക്ക് തോന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർ, ഫാമിലി എന്ന് ഞാൻ പറയില്ല, അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർ, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന, 18 വയസ്സ് മുകളിലായി കഴിഞ്ഞാലും 30 വയസ്സായി കഴിഞ്ഞാലും അത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ കാണുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്നാണ് എനിക്ക് പേഴ്സണലി മാർക്കോ കൊണ്ട് ഇപ്പോൾ ഫീൽ ചെയ്തത്. സോ ആകെ മൊത്തത്തിൽ മാർക്കോ ആസ് ടീം ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി എക്സ്ട്രാ വയലൻ്റ് ആയിട്ട് ദ മോസ്റ്റ് വയലന്റ് ഇന്ത്യൻ ഫിലിം എന്നുള്ള രീതിയിലുള്ള ടാഗ് ലൈനോട് വന്നിട്ടുള്ള സിനിമയാണ്. അതിനോട് 100% നീതി പുലർത്തിയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. അങ്ങനെയുള്ള ഒരു തിയേറ്ററിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാർക്കോ എനിക്ക് തന്നിട്ടുണ്ട്. സോ ഡു വാച്ച് മാർക്കോ ഇൻ തിയേറ്റേഴ്സ്. ബൈ.